സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ, ചോദ്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കാൻ നമുക്ക് ആദ്യമായിട്ട് ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ കൊടാക് മഹീന്ദ്ര ബാങ്ക്, നിങ്ങൾ ഇടയ്ക്കുള്ള ന്യൂസിൽ കേട്ടിട്ടുണ്ടാകും, RBIയുടെ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ എടുക്കുന്നതിൽ നിന്നും. അങ്ങനെ ഒരു ന്യൂസ് വന്നതിന് ശേഷം അത് 52 വീക്സ് ലോ ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് 1552 രൂപ എത്തിയിരിക്കുകയാണ്. അജന്ത ഫാർമ Q4 നെറ്റ് പ്രോഫിറ്റ് 66% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ ആ കമ്പനി ഷെയർസ് ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അശോക് ലൈലാൻഡിൻ്റെ സ്റ്റോക്ക് 4% ഇന്ന് കുതിച്ച് മുന്നേറിയിട്ട് ഒരു 52 വീക്സിൻ്റെ ഒരു ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട്, ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ കമ്പനിയുടെ കഴിഞ്ഞ മാസത്തെ സെയിൽസ് വർദ്ധിച്ചതാണ് ഈ ഒരു മൂവ്മെൻറ്റിന് കാരണം. ദെൻ ബജാജ് ഓട്ടോ 2% ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. മന്ത്ലി സെയിൽസ് വർദ്ധിച്ചതാണ് അതിനും കാരണം. ദെൻ ന്യൂജൻ സോഫ്റ്റ്വെയർ, ഇന്ന് രാവിലെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ വായിച്ചതാണ്. ഇതിനകത്ത് സ്റ്റോക്ക് ഇന്ന് 5% ഗ്രോത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Q4 റിസൾട്ട് സൂപ്പറായിരുന്നു. മാരുതി സുസുക്കി 1% ഒരു ഫോള് ഇന്ന് രേഖപ്പെടുത്തി. കാരണം കഴിഞ്ഞ മാസത്തെ കാർ സെയിൽസ്, ചെറിയ കാറുകളുടെ വിൽപ്പന കുറഞ്ഞതാണ് ഈ ഒരു വീഴ്ചയ്ക്ക് കാരണം. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് 7% ഇന്ന് ഫോൾ ഉണ്ടായത്. ഈ ന്യൂസ് ഞാൻ വായിച്ചതാണ്. കാരണം ഒരു ഫാമിലി ആ ഒരു കമ്പനിയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്, 2 മക്കൾക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അതുകൊണ്ട് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയും സ്റ്റോക്ക് 7% താഴോട്ട് പോവുകയും ചെയ്തു. കൊടാക് മഹീന്ദ്ര ബാങ്ക് 2%. ഇന്ന് ഞാൻ ഓൾറെഡി അത് വായിച്ച ന്യൂസാണ്. അതിൻ്റെ ഒരു ജോയിൻറ്റ് മാനേജിങ് ഡയറക്ടർ റിസൈൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒരു ഇരുട്ടടി പോലെ ആ കമ്പനിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. REC ലിമിറ്റഡ് 8% വർധനവ് രേഖപ്പെടുത്തി. Q4 റിസൾട്ട് സൂപ്പറായിരുന്നു. മാക്സ് എസ്റ്റേറ്റ്സ് 20% ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ന്യൂയോർക്ക് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായിട്ട് അവരൊരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ബെല്ലിൻ്റെ സ്റ്റോക്കുകൾ ഇന്ന് 4% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് അവരൊരു റെയിൽവേ സിഗ്നലിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു സർവീസുമായിട്ട്, ഒരു ബിസിനസ്സുമായിട്ട് ദുബായിലുള്ള ഒരു കമ്പനിയായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ആ ന്യൂസ് വന്നതോടുകൂടി അവരുടെ സ്റ്റോക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ് 8% കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മാസം. കാരണം ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും പുറത്തുനിന്നുള്ള ഇമ്പോർട്ട് കുറക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നത് പ്രകാരമാണ് 8% കുറവ് വന്നിരിക്കുന്നത്. വോഡാഫോൺ ഐഡിയ 18,000 കോടിയുടെ ഒരു FPO കഴിഞ്ഞതിന് ശേഷം അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. $1.8 ബില്യൺ ഒരു ലോണിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് Q4 നെറ്റ് പ്രോഫിറ്റ് 14% ഇടിഞ്ഞിരിക്കുകയാണ്. Q4 റിസൾട്ട് അത്രയും Q4 റിസൾട്ട് 14% ഇടിഞ്ഞിട്ട് 288 കോടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 38% ഇടിഞ്ഞിരിക്കുന്നത്. നെറ്റ് വെബ് ടെക്നോളജീസ് 5% അപ്പർ സർക്യൂട്ടിലാണ് ഇന്ന് സ്റ്റോപ്പായിരിക്കുന്നത്. ദാബറിൻ്റെ Q4 നെറ്റ് പ്രോഫിറ്റ് 16% വർദ്ധിച്ചിട്ടുണ്ട്. ₹2.75 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അദാനി പോർട്സ് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിക്കുകയാണ് ചെയ്തത്. 76% ഒരു വർധനവാണ് അവരുടെ ഇതിലുണ്ടാക്കിയിരിക്കുന്നത്. അതായത് എൻ്റർപ്രൈസസ് താഴോട്ടും അതായത് പോർട്സ് മുകളിലോട്ടാണ്. ഫെഡറൽ ബാങ്കിൻ്റെ Q4 റിസൾട്ട് ഫ്ലാറ്റാണ്. പ്രത്യേകിച്ച് പ്രോഫിറ്റിൽ വർധനവോ അല്ലെങ്കിൽ കുറവോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യ മാർട്സ് സ്റ്റോക്ക് ഇന്ന് 9% വർദ്ധിക്കുകയാണ് ചെയ്തത്. Q4 റിസൾട്ടിൻ്റെ ഭാഗമായിട്ടാണത്. അമൂലാണ് USA-യും സൗത്ത് ആഫ്രിക്കയും T20 വേൾഡ് കപ്പിൽ സ്പോൺസർ ചെയ്യുന്നത്. കൊഫോർജ് Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 95% വർദ്ധിച്ചിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ആ കമ്പനി, അതേപോലെ സിഗ്നിറ്റി എന്നുള്ള ഒരു കമ്പനിയുടെ 54% ഓഹരികൾ വാങ്ങിയെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു ന്യൂസ് തന്നെയാണ് കൊഫോർജിനെ സംബന്ധിച്ചിടത്തോളം. ഇത്രയൊക്കെയാണ് ഇന്നേക്ക് കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഡോ ജോൺസ് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. S&P 500 നസ്ഡാക്ക് റെഡിലാണ് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ FTSE
35 പോയിന്റ് ഗ്രീനിലാണ്. അതേസമയം CSE 50 പോയിന്റ് റെഡിലാണ്. DAX 20 പോയിന്റ് ഗ്രീനിലാണ്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാൻ ഗിഫ്റ്റ് നിഫ്റ്റി 22,801 ട്രേഡിംഗ് നടക്കുന്നത്. 18 പോയിന്റ് ഇപ്പോൾ ഗ്രീനിലാണ്. നിക്കി 37 പോയിന്റ് റെഡിലാണ്. ഹാങ്സങ് 444 പോയിന്റ് ഗ്രീനിലാണ്. നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ നിഫ്റ്റി ഇന്ന് 36 പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 143 പോയിന്റിൻ്റെ അതോ 0.63% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,568 നിന്ന് 80 പോയിന്റ് ലാഭത്തോടുകൂടി 22,648 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ പ്രൈസ് ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 32 ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 18 നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. BPCL, പവർ ഗ്രിഡ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ടാറ്റ മോട്ടോഴ്സ് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ മുകളിലോട്ട് വലിച്ചു പൊക്കിയപ്പോൾ കൊട്ടാക് മഹീന്ദ്ര, കൊടാക് ബാങ്ക്, UPL, ടാറ്റ കൺസ്യൂമർ, ഭാരതി എയർടെൽ ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ പരമാവധി താഴോട്ട് വലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദെൻ ഈ കഴിഞ്ഞ 5 ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 311 പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഈ മാസം മെയ് മാസത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 80 പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 4.51% വർദ്ധിച്ചിട്ട് 13.45 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആണ്. അതുപോലെ പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 49,262 262 നിന്ന് 30 പോയിന്റ് ലാഭത്തോടു കൂടി 49,231 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ആരംഭിച്ചത് 21,785 88 പോയിന്റ് ലാഭത്തിൽ 21,874 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 74,392 ഓപ്പണായി 219 പോയിന്റ് ലാഭത്തിൽ 74,611 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 11,126 ഓപ്പണായി 3 പോയിന്റ് ലാഭത്തിൽ 11,130 ക്ലോസ് ചെയ്തു. ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $79.8. ഗോൾഡ് റേറ്റ് $2,298 കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു US ഡോളറിന് 83.46 രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. സോ നമുക്ക് നാളെ രാവിലത്തേക്ക് അത് മാറ്റി വയ്ക്കാം. ദെൻ സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മെറ്റൽ, ഫാർമ, FMCG, ഫിൻ സർവീസസ്, IT ഇത്രയും സെക്ടറുകൾ മാത്രമാണ് ഇന്ന് ലാഭത്തിൽ അവസാനിച്ചിട്ടുള്ളത്. ETF നോക്കുകയാണെങ്കിൽ ഓട്ടോബീസ് ഇന്ന് 1.32% ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി. ITBസും ഗോൾഡ് ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ചോല ഫിനാൻസ് ഇന്ന് 9.1% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 4.1% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. ചോല ഫിനാൻസ്, REC ലിമിറ്റഡ്, ഹിന്ദ് പെട്രോ, PFC, ട്രെൻറ്റ്, BPCL, അശോക് ലൈലാൻഡ്, പവർ ഗ്രിഡ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ഫെഡറൽ ബാങ്ക്, വേദാന്ത ലിമിറ്റഡ്, കോൺകർ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, കൊട്ടക് ബാങ്ക്, ആസ്ട്രൽ, PNB, UPL, ടാറ്റ കൺസ്യൂമർ, ഭാരതി എയർടെൽ, ആക്സിസ് ബാങ്ക്, ആസ്റ്റർ DM, HDFC ലൈഫ്, ജുബിലന്റ് ഫുഡ്സ്, ഡിവിസ് ലാബ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും രേഖപ്പെടുത്തി. 1100 NSEയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1115 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1119 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 1.06, അതായത് ബുള്ളിഷ് മോഡലിൽ തന്നെ നിൽക്കുകയാണ്. 22,648 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 132 പോയിന്റ് മുകളിലായിട്ട് 22,779 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടത്തിയിരിക്കുന്നത് 22,700 34 ലക്ഷം കോളാണ് ഇവിടെ റേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് നടന്നിട്ടുള്ളത് 22,700 തന്നെയാണ്. 28 ലക്ഷം പുട്ടാണ് ഇവിടെ റേറ്റ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.78 അഥവാ ന്യൂട്രൽ അല്ലെങ്കിൽ ബെയറിഷ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. 49,231 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 159 പോയിന്റ് മുകളിലായിട്ട് 49,390 ഫ്യൂച്ചറിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 49,500 28 ലക്ഷം കോളാണ് ഇവിടെ റേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ പുട്ട് റേറ്റിംഗ് നടത്തിയിരിക്കുന്നത് 49,000 21 ലക്ഷം പുട്ടാണ് ഈ ഒരു സ്ട്രൈക്കിൽ റേറ്റ് ചെയ്തിരിക്കുന്നത്. നാളെ റിസൾട്ട് വരാനുള്ള ഒരുപാട് കമ്പനി റിസൾട്ട്സിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ ഈ വരുന്നത്. നാളെ അദാനി ഗ്രീൻ എനർജി, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഐനോക്സ് വിൻഡ്, ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് ഇന്ത്യ, കാർബറോണ്ടം, യൂണിവേഴ്സൽ, HFCL, ഐനോക്സ് വിൻഡ്, ആരതി ഡ്രഗ്സ്, ഐനോക്സ് ഗ്രീൻ എനർജി സർവീസസ്, ഗോ ഫാഷൻ ഇന്ത്യ, അംബ എൻ്റർപ്രൈസസ്,
ഇങ്ങനെ നിരവധി കമ്പനികളുണ്ട്, എല്ലാം തന്നെ ഇവിടെ കാണിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA ISM സർവീസസ് PMI, USA S&P ഗ്ലോബൽ സർവീസസ് PMI, USA അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, USA നോൺ ഫാം പേറോൾസ്, ഓസ്ട്രേലിയ ജൂഡോ ബാങ്ക് സർവീസസ് PMI, ഫ്രാൻസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇറ്റലി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ദെൻ ഞങ്ങളുടെ പേപ്പർ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ പേപ്പർ ട്രേഡിൻ്റെ ഡാറ്റയിൽ ഒരു എറർ ഉണ്ട്. ഞങ്ങൾ ശരിക്കും റിയലി ഇന്ന് 10,773 രൂപയുടെ ഒരു ലോസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും എന്താ പറയുക, വരും മാസങ്ങളിൽ വരും ദിവസങ്ങളിൽ നോക്കാം എങ്ങനെയുണ്ട്. നാളത്തേക്ക് ഈ ഒരു എറർ കറക്റ്റ് ചെയ്ത് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ റാസ് ലെവൽസ് നോക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചാർട്ട് ഓപ്പൺ ആകാത്ത ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. നെറ്റ്വർക്ക് സ്പീഡോ കാര്യങ്ങളോ ഒന്നുമല്ല ഇവിടെ. ഇതിൻ്റെ ചാർട്ട്, നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ കാണിക്കുന്നില്ല. അതുപോലെ ഇപ്പം നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെതായാലും കാണിക്കുന്നില്ല. അങ്ങനെ ഒന്നിൻ്റെയും തന്നെ ചാർട്ട് എനിക്ക് ഡിസ്പ്ലേ ആയി കിട്ടുന്നില്ല എന്നൊരു കുഴപ്പമുള്ളതുകൊണ്ട് റാസ് ലെവൽസ് ഇന്നത്തേക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ മൊത്തം ഈ വീഡിയോ കണ്ടിരിക്കുന്നത് 927 പേരാണ്. 9,740 പേരാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള. പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് മാറ്റിയാൽ മാത്രമല്ലേ ടാക്സ് ഉണ്ടാവുമോ? പ്രോഫിറ്റ് ഉപയോഗിച്ച് പുതിയ സ്റ്റോക്ക് വാങ്ങിയാൽ ടാക്സ് പേടിക്കണ്ടല്ലോ അല്ലേ? ഇവിടെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ സാധാരണ ITR ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ ഡിമാറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി എടുത്ത് അതിൻ്റെ കൂടെ കൊടുക്കണം. അതിനകത്ത് ലോസ് ആണെങ്കിൽ നമുക്ക് പിന്നീട് പ്രോഫിറ്റ് കിട്ടുമ്പോൾ സ്റ്റോക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളതിന് ടാക്സ് പേയബിൾ ആണെങ്കിൽ പേ ചെയ്യുക തന്നെ വേണ്ടി വരും. നോർമലി ഡിമാറ്റ് അക്കൗണ്ട് കൊടുക്കാതെ ആരും തന്നെ, അതായത് ട്രേഡ് ചെയ്യുന്നവർ ഡിമാറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് തന്നെയാണ് ITR ഫയൽ ചെയ്യാറുള്ളത്. സോ നിങ്ങളുടെ CA ആയിട്ടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അതിന് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും. സർ ഐ എം SL 10 റുപ്പീസും പ്രോഫിറ്റ് 22 റുപ്പീസുമാണ് ഫോളോ ചെയ്യുന്നത്. ഇതിലൊരു നിഫ്റ്റിയിലാണെന്ന് തോന്നുന്നു ഇദ്ദേഹം പറയുന്നത്. ഇതിലൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ 10 രൂപയുടെ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് കയറി അടിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സോ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കും. ഒരു 20 1:2 എന്നുള്ള റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ 1:2.2 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ അല്ലെങ്കിൽ 1:1.2 അങ്ങനെ ഏതായാലും 1:1 അല്ലാത്ത റിസ്ക് റിവാർഡ് റേഷ്യോ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 22 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 20 റുപ്പീസ് സ്റ്റോപ്പ് ലോസും 44 റുപ്പീസ് ടാർഗറ്റും വയ്ക്കുകയാണെങ്കിൽ ഒരുവിധം നല്ലൊരു ട്രേഡ് ആയിരിക്കും അത്. അല്ലെങ്കിൽ പെട്ടെന്ന് ട്രേഡ് പോയിക്കൊണ്ടിരിക്കും. അപ്സ്റ്റോക്സിൽ ETF-ന് ഡെലിവറി ചാർജസ് ഉണ്ട്. തീർച്ചയായിട്ടും അപ്സ്റ്റോക്സിൽ സ്റ്റോക്കിനായാലും ഡെലിവറി എടുക്കുമുണ്ട്. സെറോദയിൽ അതില്ല. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട് ഓരോരോ ഇതും തമ്മിൽ. സക്കീർ ഹുസൈൻ, സർ 30 രൂപ മുതൽ 100 രൂപ റേഞ്ചുള്ള വരെയുള്ള ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്ന നല്ല സ്റ്റോക്ക് പറയാമോ? ഇവിടെ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ എന്താ പറയുക, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്തരം പരിപാടികൾക്ക് നിൽക്കാൻ പറ്റില്ല. ദെൻ ഇവിടെ ഇന്ന് രാവിലത്തെ വീഡിയോ കണ്ടവരെ നോക്കുകയാണെങ്കിൽ 619 പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. എല്ലാവരും ഗുഡ് മോർണിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ കുറച്ച് കാലം മുൻപ് വരെ PNL കാണിച്ചായിരുന്നു ആൾക്കാരെ വിശ്വാസത്തിലെടുത്തിരുന്നു. ഇപ്പോൾ അത് വെരിഫൈഡ് PNL ആയി മാറി. ഇതിൻ്റെ രണ്ടിൻ്റെയും ബാക്ക് എൻഡിൽ അല്ലെങ്കിൽ ബാക്ക് ഓഫീസ് വർക്കിൽ നടത്തുന്ന ഉഡായിപ്പ് കളി എക്സാക്ട്ലി റിമെയിൻ സെയിം. അതെന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ മറ്റുള്ളവർക്കായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു. നിഫ്റ്റി ഒരു കറക്ഷൻ കൂടെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. റിവ്യൂ 24 വെരിഫൈഡ് PNL കാണിച്ച് എങ്ങനെ വളരെ ട്രിക്കായി ആൾക്കാരെ പറ്റിക്കാം എന്ന് താങ്കൾക്ക് അറിയാമെങ്കിൽ അതെങ്ങനെ എന്ന് താങ്കളുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു കൊടുക്കുമോ? ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല ബ്രദർ, ഒന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് മറ്റുള്ളവർക്കായിട്ട് പറഞ്ഞു കൊടുക്കാം. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തേക്കുള്ളത്. ഇന്ന് ചാർട്ട് കാണിക്കാൻ പറ്റാത്തതും അതേപോലെ ഞങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് കാണിക്കാത്തതും 10,000 സംതിങ് ആണ് ഇന്ന് ലോസാണ് ഇന്നുണ്ടായിരുന്നത്. സോ അത് നാളത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് രാവിലെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.